ഇത് ആദ്യത്തെ ഷോ ആയിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് ഷോ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മളിത് ഭയങ്കര ഒരു കൊളോക്കിയലായിട്ടുള്ളൊരു ലാംഗ്വേജിൽ പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് ഒരു നാഷണൽ ലെവൽ അല്ലെങ്കിൽ വേറൊരു ലെവലുള്ള ഓഡിയൻസിലേക്ക് വെക്കുമ്പോൾ അതെങ്ങനെ സ്വീകരിക്കപ്പെടുന്നു ഭയങ്കര സംശയമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് തമിഴ്, ഹിന്ദി ഇതിലൊക്കെയുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് അത് കണക്റ്റായ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് തോന്നി. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ അത് പ്രതീക്ഷിക്കാത്തതായിരുന്നു. എന്ന് വെച്ചാൽ ഇത് മലയാളികൾക്ക് വേണ്ടിയിട്ട് ആണ് ഇതിൻ്റെ ഒരു ഘടന ഉള്ളത്. അത് പക്ഷേ മറ്റുള്ളവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. സബ് ടൈറ്റിൽ വായിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമുള്ളൊരു സിനിമയാണ്, അത്രയും ടോക്കി സിനിമയാണ്. പക്ഷേ ആൾക്കാർക്ക് അല്ലാതെ എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. രവിയാണ് എൻ്റെ റൈറ്റർ, രവിശങ്കർ. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതലേ സംസാരിച്ചിരുന്നൊരു കഥയാണ് അത്. ഇപ്പോൾ സിനിമ ചെയ്യാനുള്ള സമയമാകുമ്പോൾ ഞങ്ങൾ ഒരു 2-3 കഥകൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത് ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു കഥയാണ്. അതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ കഥയാണത്. ഞാൻ ഡേറ്റ് ഇപ്പോൾ പറയുന്നില്ല. IFFK കഴിയുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യും. എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. അടുത്ത വർഷം ആദ്യം തന്നെ ഉണ്ടാവും.